പൊതുകടം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പൊതുകടത്തിനെ പറ്റിയാണ്. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. എന്താണ് പൊതുകടം? സർക്കാരിൻ്റെ മൊത്തം കടത്തിനെയാണ് പൊതുകടം എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ ധാരാളം കടങ്ങളുണ്ട്. പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കടമെടുക്കാറുണ്ട്. ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടത്തിന് പൊതുകടം എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ പൊതുകടം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടത്തിനെയാണ് പൊതുകടം എന്ന് പറയുന്നത്. ഈ പൊതുകടത്തിനെ രണ്ടായി തരംതിരിക്കാം. ആഭ്യന്തര കടമെന്നും വിദേശ കടമെന്നും രണ്ടായി തരംതിരിക്കാം. എന്താണ് ആഭ്യന്തര കടം? ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് വാങ്ങുന്ന കടമാണിത്. ആ പേര് തന്നെ ഉണ്ട്, ആഭ്യന്തരം. രാജ്യത്തിൻ്റെ അകത്തുള്ള സ്ഥാപനങ്ങൾ, വ്യക്തികൾ, ബാങ്കുകൾ എന്നിവയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കടമാണ് ആഭ്യന്തര കടം. ഗവൺമെൻറ് പല ആവശ്യത്തിനായിട്ട് രാജ്യത്തിനകത്തുള്ള ബാങ്കുകളുടെ കയ്യിൽ നിന്നോ രാജ്യത്തിനകത്തുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നോ കടം വാങ്ങാറുണ്ട്. ഇത്തരത്തിൽ വാങ്ങുന്ന കടത്തിനെയാണ് ആഭ്യന്തര കടമെന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് വിദേശ കടം. അതും ആ പേര് തന്നെ ഉണ്ട്. എന്താണ് വിദേശ കടം എന്ന് നമുക്ക് നോക്കാം. രാജ്യത്തിന് പുറത്ത് നിന്ന് വാങ്ങുന്ന കടത്തിനെയാണ് വിദേശ കടമെന്ന് പറയുന്നത്. രാജ്യത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇപ്പോൾ വേൾഡ് ബാങ്ക്, IMF, ADB ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്ന്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ പുറത്ത് നിന്ന് കടം വാങ്ങാറുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പുറത്ത് നിന്ന് വാങ്ങുന്ന കടത്തിനെ വിദേശ കടമെന്നും പറയും. അപ്പോൾ എന്താണ് പൊതുകടമെന്നും ആഭ്യന്തര കടം, വിദേശ കടം എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കിവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പൊതുകടം വർദ്ധിക്കാനുള്ള കാരണം എന്ത്? അപ്പോൾ നമ്മൾ ചെലവ് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ചെലവ് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ തന്നെയാണ് കടം വർദ്ധിക്കാനുള്ള കാരണവും. പൊതുചെലവ് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്താണോ അത് തന്നെയാണ് പൊതുകടം വർദ്ധിക്കാനുള്ള കാരണവും. കാരണം ചെലവ് വർദ്ധിക്കുമ്പോഴാണല്ലോ നമുക്ക് കടം വാങ്ങേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ ചെലവ് വർദ്ധിക്കുന്ന കാരണങ്ങൾ തന്നെയാണ് കടം വർദ്ധിക്കാനുള്ള കാരണം. അപ്പോൾ എന്തൊക്കെയാണ് പൊതു കടം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും ഒന്ന്, ജനസംഖ്യാ വർധനവ്. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചെലവ് വർദ്ധിക്കും. അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസ, ആരോഗ്യ സേവനങ്ങളിൽ പണം കൂടുതൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ കടം വാങ്ങേണ്ടതായി വരും. അങ്ങനെ കടം വർദ്ധിക്കും. മറ്റൊന്നാണ് പ്രതിരോധ മേഖലയിലെ ചെലവ്. ഗവൺമെൻറ്റിന് പ്രതിരോധ മേഖലയിൽ ധാരാളം ചെലവുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ കടം വാങ്ങും. അപ്പോഴും കടം വർദ്ധിക്കും. മറ്റൊന്ന്, വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ചെലവിൻ്റെ വർധനവ്. ഗവൺമെൻറ് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ ധാരാളം പണം ആവശ്യമായിട്ട് വരും. ഇതും കടത്തിനെ വർദ്ധിപ്പിക്കും. മറ്റൊന്നാണ് നഗരവൽക്കരണം. നഗരങ്ങൾ വളർന്നു വരുമ്പോൾ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായിട്ട് വികസിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിനായി ധാരാളം പണം ഗവൺമെൻറ് ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഗവൺമെൻറ് കടം വാങ്ങിയിട്ട് പണം ചെലവഴിക്കുകയാണ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതെല്ലാമാണ് പൊതു കടം വർദ്ധിക്കാനുള്ള കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പൊതു കടം എന്നാൽ എന്താണ്, ആ കടം വർദ്ധിക്കാനുള്ള കാരണം എന്ത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഒഴിവുള്ള സമയത്ത് ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നന്ദി.